പൂരനഗരിയിൽ ഇതാ പൂരത്തിന്റെ ആവേശമൊക്കെ ഇങ്ങനെ കൊട്ടിക്കയറുമ്പോൾ വീടുകളിലും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും ആ പൂരത്തിന്റെ ഒരു ആവേശമുണ്ട്. ചില വീടുകളിൽ നാളെ പകൽപൂരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആളുകൾ ഇരിക്കുന്ന സമയം കൂടിയാണ്. എന്തായാലും നമ്മൾ തൃശ്ശൂരുള്ള ഒരു വീട്ടിലാണുള്ളത്. നമുക്ക് അമ്മേനോട് തന്നെ ആദ്യം ചോദിക്കാം. ഇപ്പൊ പറയാറുണ്ട് ഇപ്പൊ ഒക്കെ സ്ത്രീകൾക്ക് പോകാൻ ഭയങ്കര തിരക്കാണ്, പോകാൻ പറ്റില്ല എന്നൊക്കെ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യമേ തന്നെ പോയി സ്ഥാനം പിടിക്കുമോ? സ്ഥാനം പിടിക്കാൻ സൗകര്യമുള്ളവരൊക്കെ പോയി പിടിക്കും, അല്ലാത്തവരൊക്കെ അവിടെ നിൽക്കും. ഓർമ്മയിലെ ഒരു അടിപൊളി തൃശ്ശൂർ പൂരം ഏതാ? ഓർമ്മയില് തൃശ്ശൂർ പൂരം കല്യാണം കഴിഞ്ഞ കൊല്ലോ പോയി തകർത്തു. എന്തായിരുന്നു ഏറ്റവും ഇഷ്ടായതാണ് പൂരം തന്നെ. ആന അർക്കത്തും കയറ്റത്തും എന്നെ കുടമാറ്റം കാണുന്നത് ഭംഗി തന്നെയല്ലേ, അത് കണ്ടു പോന്നു. കുടമാറ്റവും കഴിഞ്ഞിട്ടാ വന്നത്? അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വരുള്ളൂ, അല്ലാണ്ട് വെറുതെ പോയി എത്തിച്ചു നോക്കി പോരൊന്നുമില്ല. മുഴുവൻ കണ്ട് ആസ്വദിച്ചിട്ട് ഇപ്പൊ എത്തും. അപ്പൊ അവിടെ കണിമംഗലത്തുനിന്ന് നേരെ അങ്ങ് പോവും? ഇവിടെ നിന്ന് നടക്കും, അവിടെ നിന്നും ഇങ്ങോട്ട് നടക്കും. ബസ്സിനൊന്നും പോവാൻ പറ്റില്ല, ബസ്സിട്ട് കിട്ടൂല. അത് കാരണം കൊണ്ട് അന്ന് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി എല്ലാ കുടുംബക്കാരുണ്ടോ ഈ ഭാഗം കംപ്ലീറ്റ് ഞങ്ങളുടെ തയ്യക്കാരാ. അവിടെ നിന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് എല്ലാവരും കൂടിയിട്ടാ പോവാ, എല്ലാവരും കൂടി പോകും. ഇനി ഇവരോട് ചോദിച്ചു നോക്കാം, കാരണം 2 തലമുറ അപ്പുറത്തുള്ള ആളുകളുണ്ട്. ഈ പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല പൂരം ഏതായിരുന്നു? കഴിഞ്ഞ കൊല്ലത്തെ ഈ വെടിക്കെട്ടൊക്കെ കാണാൻ പോവാറുണ്ടോ? അത് വീട്ടിലിരുന്ന് മുകളിലേക്ക് നോക്കുക? ആദ്യം പോവാറുണ്ട്, ഇപ്പൊ പോവാറില്ലേ, കൊറേ നാളായി പോയിട്ട്. എന്താ അവസ്ഥ? നിങ്ങളായിരിക്കുമല്ലോ കുറച്ചും കൂടി 3 ദിവസം പൂരം ആഘോഷിക്കും. പൂരത്തിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ചെറുപ്പം തൊട്ടേ ഒരു ഭ്രമുള്ള കൂട്ടത്തിലാണ്. കാരണം എനിക്ക് ആ കാലത്തെ ആണ് ഒന്നും കൂടി പൂരത്തിനോടുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. കാരണം അന്ന് നമ്മളൊരു ടൈം ടേബിൾ വെച്ചിട്ടാണ് പോവുക. ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയാണ് തിരിച്ചു വരിക. കാരണം സിനിമയ്ക്ക് പോവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സിബിഷന് കയറും. അതുപോലെ നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാരങ്ങൾ എവിടെ ഫ്രീ കിട്ടുന്നതാണ് ചെറുപ്പത്തിലേ നോക്കുക. സംഭാരം എവിടെ കിട്ടുന്നുള്ളത് മുഴുവൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിലെ ഒരു കൂട്ടം ആൾക്കാരായിട്ട് പോവുക. അപ്പോൾ കാരണം കറക്റ്റ് ഭക്ഷണം കഴിക്കണം, ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആ കാശ കയ്യിലുണ്ടാവുള്ളൂ. ഇന്നെന്ന് പറഞ്ഞ കാശിന് പിള്ളേർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാരണം അത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിക്കണില്ല. നല്ല കട അടുത്ത വർഷം നോട്ട് ചെയ്ത് വെക്കും. അത് വളരെ ഇന്ന് കണ്ടമാനം സംഭാരങ്ങൾ എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. അന്ന് അതില്ല, അന്ന് വളരെ ചുരുക്കം പേര് മാത്രമേ കൊടുക്കുള്ളൂ. നമുക്ക് ഇവരോട് കൂടി ചോദിച്ചേക്കാം. ഈ സ്ത്രീകൾക്ക് പൂരം അത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേക ഏരിയ ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വിഷു മുതൽ തൃശ്ശൂർക്കാർക്ക് ആഘോഷം തുടങ്ങുകയാണ് അല്ലേ? അതെ അതെ, ഇഷ്ടമുള്ളവർക്ക് പോയി നല്ലോണം ആഘോഷിക്കാൻ പറ്റുന്നതാണ്. എന്താ ഏറ്റവും ഇഷ്ടം? പകൽപ്പൂരാണോ, ഇന്നത്തതാണോ, ഇനി അതല്ല വെടിക്കെട്ടും കുടമാറ്റം ഒക്കെ വീട്ടിലിരുന്ന് കാണുകയാണോ? ഞങ്ങൾ പിറ്റേ ദിവസമാണ് പോവാറ്, പിന്നെ രാത്രി പോയി വരും, അങ്ങനെയാണ്. എന്താ ഏറ്റവും ഇഷ്ടം? എല്ലാതും ഇഷ്ടമാണ്, സൗകര്യം അനുസരിച്ച് പോയി വരുന്നു മാത്രമേ. എല്ലാതും ഇഷ്ടമാണ്. കൂട്ടുകാരായിട്ട് പോയി പൂരം തകർക്കാറുണ്ടോ? കൂട്ടത്തിൽ തന്നെ പോകും. കാരണം നാളത്തേക്ക് കാത്തിരിക്കുകയാണ്. ഏതായാലും ഇതാണ് തൃശ്ശൂരിലെ വീടുകളിലെ ഒരു പൂരത്തിന്റെ വിശേഷം. ഇവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷുവിന്റെ അന്ന് പൂത്തിരി കത്തിച്ച് തുടങ്ങുകയാണ് പൂരത്തിന്റെ, അത് അവസാന വെടിക്കെട്ടിലൂടെ തീരുന്നു. അങ്ങനെയാണ് തൃശ്ശൂരുകാരുടെ ഒരു പൂരത്തിന്റെ ആഘോഷം.